ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ആൻഡ്രി ഫ്ലേവേഴ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പൊ ഇന്നത്തെ റെസിപ്പി പറയുന്നത് ഒരു കട്ട്ലേറ്റിന്റെ റെസിപ്പിയാണ്. അത് എന്ത് കട്ട്ലേറ്റ് ആണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. അതിനു മുന്നേ എന്റെ ഈ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കട്ട്ലേറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ്. അതുപോലെ തന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് എന്റെ ആന്റി ആണ് കേട്ടോ. ആന്റി നന്നായിട്ട് ഉണ്ടാക്കും കട്ട്ലേറ്റ്. ആന്റിന്റെ അടുത്തുനിന്ന് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10th ഒക്കെ ആയപ്പോഴേക്കും ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് പഠിച്ചെടുത്തു. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഉണ്ടോ ആന്റി ഉണ്ടാക്കുന്നത്. അപ്പൊ കുറച്ച് ടിപ്സ് ഒക്കെ ഉണ്ട് അതിന്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കട്ട്ലേറ്റിനേക്കാൾ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഇതുപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇടാം. നമുക്ക് വൈകാതെ തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റിനായിട്ട് ചിക്കൻ ഒരു 2 കപ്പോളം ചിക്കൻ മിൻസ് ചെയ്തതാണിത്. അത് മിൻസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒരു ആവിയിൽ വേവിച്ചതാണ്. ഒരു വിസിൽ വരുത്തി കുക്കറിലിട്ടിട്ട്, എന്നിട്ട് അത് നമ്മൾ എടുത്ത് മിൻസ് ചെയ്തതാണ്. എല്ലില്ലാതെ എല്ലൊക്കെ കളഞ്ഞ് മിൻസ് ചെയ്തെടുത്ത 2 കപ്പ് ചിക്കനാണിത്. ഇത് 1 കപ്പ് സവാള ചെറുതായി മുറിച്ചതാണ് കേട്ടോ. ബ്രെഡ് ക്രംസ് ആണ്, അതായത് ബ്രെഡിന്റെ സ്ലൈസ് ഒരു 6-7 സ്ലൈസ് പൊടിച്ചു വെച്ചിരിക്കുന്നതാണിത്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണിത്. ഇതൊരു 2 ഉരുളക്കിഴങ്ങുണ്ടത്. ഇത് 1.5 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ്. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതാണിത്. 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 3 തണ്ട് കറിവേപ്പില ചെറുതായി മുറിച്ചതാണിത്. ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആണ്. പിന്നെ ഒരു കോഴിമുട്ട കൂടെ എടുത്തിട്ടുണ്ട്. ഇതിന്റെ വെള്ളയാണ് നമുക്ക് ആവശ്യം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, എല്ലാം നമ്മൾ നന്നായി ഇളക്കി ശരിക്കൊന്ന് വഴന്നു വരണം. ഒരുവിധം മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി, മുളക് പൊടിയൊക്കെ. ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര സ്വർണ്ണം ഇട്ട് കൊടുക്കാം. ഇതിന്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാണ്. അതിനെ നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കണ്ടെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഉപ്പ് പോരാതെ വരും. ഇപ്പൊ ചിക്കൻ ഇട്ട ഒരു ചെറിയൊരു ഉപ്പ് മാത്രമേ ഉള്ളൂ. ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ, ഒരു ടേസ്റ്റ് കൂടുതൽ ഏലക്കാപ്പൊടി ഇട്ട. സ്വല്പം ഏലക്കാപ്പൊടി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ. ഫ്രൈ ആയി വന്നിട്ട് നമ്മള് അതിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചത് അത് നന്നായി ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. അതിനെ കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാണ്.
മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഉരുളക്കിഴങ്ങും ചിക്കനെ കൂടെ ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്താക്കണം. ഇപ്പൊ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ചൂട് കുറഞ്ഞു വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മളൊന്ന് ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ നന്നായി കൈകൊണ്ട് ഒന്നുകൂടെ ഉടച്ച് മിക്സ് ചെയ്യും നമ്മൾ എല്ലാം കൂടെ. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി ഒന്ന് കുറച്ചൊന്ന് ആറാൻ വെക്കണം നമുക്ക്. ഒരുവിധം ചൂടാറിയിട്ടുണ്ട്, കുറച്ച് ചൂടുണ്ട് കേട്ടോ, ഒരുവിധം ആറിയിട്ടുള്ളൂ. ഇനി നമുക്ക് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് നമ്മൾ ആ ഉരുളക്കിഴങ്ങ് കൂടുതൽ കട്ടയായിട്ടുള്ളതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പൊടിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്, നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ. ഈ മിക്സ് ആയിട്ടുണ്ട്. നമ്മളതിനെ ഓരോ ഇത്രയുള്ള ഉരുളകളാക്കി വെക്കുകയാണ്. ഷേപ്പ് ചെയ്യണം, നമുക്ക് അത് കഴിഞ്ഞ് ഷേപ്പ് ചെയ്യാം കേട്ടോ. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മളിങ്ങനെ ഉരുളകളാക്കി എടുത്തു വെച്ചു. അപ്പൊ നമ്മളിതെല്ലാം ഉരുളകളാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. ഈ എഗ് വൈറ്റ് നമ്മളൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. എഗ് വൈറ്റ് നമ്മളൊന്ന് പതപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിതിനെ ഷേപ്പ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാനൊരു ഏകദേശം ഒരു ഓവൽ ഷേപ്പ് ആക്കിയാണ് എടുക്കുന്നത്. അടുത്തത് നമ്മൾ ഷേപ്പ് ചെയ്യാണ്. അങ്ങനെ നമ്മളെല്ലാം ഷേപ്പ് ചെയ്തെടുക്കും. അപ്പൊ ഇതെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാനുള്ള ഇതിലേക്ക് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം നേരം ഇരുന്നാൽ ഈ ഷേപ്പ് ചെയ്ത് വെച്ചതൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. നമ്മുടെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് കുറച്ചൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ഇടുന്നില്ല. ആദ്യം കുറച്ചിട്ടിട്ട് തീരാറാവുമ്പോൾ എടുത്ത് ഇട്ടാൽ മതി നമുക്ക്. ഇത് ഓരോന്നെടുത്ത് നമ്മൾ ആദ്യം എഗ് വൈറ്റിലേക്ക് മുക്കി. എഗ് വൈറ്റ് നന്നായിട്ട് എടുക്കണം കേട്ടോ. അതിൽ നിന്ന് ഇനി ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുക്കാണ്. ഒരു 3 എണ്ണം അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മള് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മള് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാണ്. നമുക്ക് ഒരു 3 എണ്ണം മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. പെട്ടെന്നായി കിട്ടും. ഇനി വെളിച്ചെണ്ണയാണ് ഞാനിതിന് യൂസ് ചെയ്തത്. അങ്ങനെ എണ്ണ തിളച്ചു വരുന്നുണ്ട്. നമ്മൾ അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാണ്. അങ്ങനെ ഒരു വശമായിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കാണ് നമ്മള്. 3 എണ്ണം ഞാൻ മറിച്ചിട്ട് കൊടുത്തു. ആ സമയം കൊണ്ട് ഇനി ഒരു 3 എണ്ണം കൂടി നമ്മൾ റെഡിയാക്കി വെക്കാണ്. അടുത്തത് അതാകുന്ന സമയം കൊണ്ട് അടുത്ത 3 എണ്ണം റെഡിയാക്കി വെച്ചു കേട്ടോ. അതും തിരിച്ചിട്ട് കൊടുക്കണം ഒന്നുകൂടെ. ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അത് അല്ലെങ്കിൽ ഒരു വശം മാത്രം അങ്ങനെ കരിഞ്ഞ പോലെ ആയിപ്പോവും. ഇപ്പൊ നമ്മുടെ കട്ട്ലേറ്റ് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് എടുത്ത് മാറ്റാണ്. എടുക്കുന്ന സമയത്ത് തീ കൂട്ടിയിട്ടിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാണ്.
കട്ട്ലേറ്റ് കംപ്ലീറ്റ് നമ്മൾ വറുത്ത് കോരി കഴിഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഈ റെസിപ്പി കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കാം. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.